ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പം അതേ ഞാൻ ഇന്ന് ബീഫ് മേടിച്ചിട്ടാണ് കേട്ടോ. അപ്പം അതിൽ നമ്മുടെ കപ്പയില്ലേ, കപ്പ അരിഞ്ഞിട്ട് അതിൻ്റെ മീതെ വെച്ച് ബീഫ് കുറച്ച് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ മീതെ വെച്ചിട്ട് വേവിച്ചെടുക്കാറുണ്ട്. എത്ര പേരങ്ങനെ കഴിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം അതേ നമ്മുടെ ബീഫ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പിൽ വേവിച്ചാണ് കേട്ടോ വെച്ചേക്കണത്. ഇഞ്ചിയും പച്ചമുളക് വേപ്പലേക്ക് ഇട്ടിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ നല്ല നെയ്യുള്ള ബീഫാണ് മേടിച്ചേക്കണേ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ആ കപ്പ ഇതാക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ കപ്പ കാണിച്ചു തരാം. ഇത് ഇങ്ങനെയാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. നിങ്ങളെങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ ഇങ്ങനെ ഒരു രീതിക്കാണ് വെക്കണത്. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് ഓരോ കപ്പ ഇതിൻ്റെ മീതെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ കപ്പ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിലടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം അതേ നമ്മുടെ കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് കഴിച്ച് നോക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പം അതേ ഞാൻ കപ്പ എടുത്തിട്ട് ഹസ്ബൻഡിന് കൊടുക്കണേണ് കേട്ടോ. അപ്പം എന്ത് പറയുമോ നോക്കാം, കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട്. കപ്പ കൊള്ളാമോ? നന്നായിട്ടുണ്ട്. നല്ല നെയ്യൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്.